നമുക്ക് ഇച്ചിരി മധുരം ആയാലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സേമിയ പായസം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സേമിയ പായസം ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ രീതി അനുസരിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു. സോ ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയാണ്. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് സേമിയ വറുത്ത് വെച്ച് സമയക്കുറവ് കാരണം. ഇനി ആ സേമിയയിലേക്ക് ഞാൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് ഈ സേമിയ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പാൽ ഒഴിക്കാൻ പോവാണ്. ഒരു ലിറ്റർ പാലാണ് ഞാൻ 1 കപ്പ് സേമിയയ്ക്ക് ഒഴിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇത് അടുപ്പത്ത് വെക്കാം. ഇതിപ്പോൾ സേമിയ ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതിന് പായസത്തിന് ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ചെറിയ കുറച്ച് സാഗം ചേർക്കുന്നുണ്ട്. ഒരു 3 സ്പൂണ് ഞാൻ ചേർക്കുന്നുള്ളൂ, ഒത്തിരി ചേർക്കുന്നില്ല. ഒരു 3 സ്പൂൺ സാഗം. ഇനി നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ച് ഇട്ട് അത് ഒന്ന് വേവാൻ വരെ നമുക്ക് കാത്തിരിക്കാം. പായസം റെഡി ആകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് വറുത്ത് വെക്കാം. ഞാൻ കുറച്ച് നെയ്യിലാണ് വറുക്കുന്നത്. സേമിയ പായസത്തിന് നെയ്യിൽ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് നെയ്ക്കകത്ത് ആണ് വറുക്കുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് ഉണക്ക മുന്തിരിയും ഉണ്ടാക്കും. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. സോ അവസാനമായിട്ട് ഞാൻ ഷുഗർ ചേർക്കാതെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ ചേർക്കുകയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയോ ചെയ്യാം. ഞാൻ എൻ്റെ എളുപ്പത്തിനും എൻ്റെ സൗകര്യത്തിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഞാനൊരു കണ്ടൻസ്ഡ് മിൽക്കിന്റെ ഹാഫ് ഒക്കെ ചേർക്കാറുള്ളൂ. ഒത്തിരി ഷുഗർ വേണ്ടാത്തത് കാരണം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പായസത്തിന് കുറച്ച് തിക്നെസ്സും കൂടെ കിട്ടും കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ചേർക്കാൻ പോകുന്ന സാധനം കുറച്ച് കാർഡമം പൗഡറാണ്. ഫുൾ കാർഡമം ഇടിച്ച് ചേർക്കാം വേണമെങ്കിൽ. പക്ഷെ എൻ്റെ കയ്യിൽ കാർഡമം പൗഡർ ഉള്ളതുകൊണ്ട്, അത് അല്ലെങ്കിൽ ഏലക്ക പൗഡർ ഉള്ളതുകൊണ്ട് ഞാൻ ഏലക്ക പൗഡറാണ് ചേർക്കുന്നത്. ഏലക്ക അങ്ങ് ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പായസത്തിന് നല്ലൊരു മണവും ഒക്കെ വരും. ഇതിൻ്റെ ലാസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആണെങ്കിൽ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ കാഷ്യൂ നട്ട്സും ഉണക്ക മുന്തിരിയും ചേർക്കുവാണ്. ഇനി അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.